المصطفى وعلى آله أهل الصدق والوفاء أما بعد. ഏറെ ബഹുമാനാദരവുള്ള മുസ്ലിംമാരെ സുഹൃത്തുക്കളെ, നബവി ഇമാമിന്റെ രചനകൾ, വിമർശനങ്ങളും മറുപടികളും എന്ന വിഷയത്തിൽ അധികരിച്ച് സംസാരിക്കാനാണ് ഞാനിവിടെ നിങ്ങൾക്ക് മുമ്പിൽ സമാഗതനായിട്ടുള്ളത്. നമുക്കേവർക്കും അറിയുന്നത് പോലെ തന്നെ ഫിഖ്ഹിലും ഹദീസിലും ഉസൂലുൽ ഫിഖ്ഹിലും അങ്ങനെ തുടങ്ങി നിഖില ഇസ്ലാമിക വൈജ്ഞാനിക ശാസ്ത്രങ്ങളിൽ അനവധി ഗ്രന്ഥങ്ങൾ രചിച്ച് ഇസ്ലാമിന്റെ വൈജ്ഞാനിക പാരമ്പര്യത്തിലേക്ക് അനർഘമായ സംഭാവന അർപ്പിച്ച ഒരു മഹത് വ്യക്തിത്വമായിരുന്നു മഹാനായ മുഹയ്യിദ്ദീൻ യഹ്യ ഇബ്നു ശറഫ് അൻ-നവവി. ആ എണ്ണമറ്റ ഗ്രന്ഥങ്ങൾക്കിടയിൽ തന്നെ നമുക്കേറെ പരിചിതമായ മജ്മൂ ശറഹുൽ മുഹദ്ദറും അതുപോലെ മിൻഹാജുൽ ത്വാലിബിനും കേന്ദ്രീകരിച്ച് സംസാരിക്കാനാണ് സംഘാടകർ ആവശ്യപ്പെട്ടിട്ടുള്ളത്. അല്ലാഹു തആല ഞാൻ ഈ പറയുന്നത് നിങ്ങൾ കേൾക്കുന്നുവെല്ലാം സ്വാലിഹായ സൽക്കർമ്മമായി സ്വീകരിക്കുമാറാകട്ടെ. ഷഹീബ് അർസലാന്റെ വാക്കുകൾ കടമെടുത്തു പറഞ്ഞാൽ നമ്മുടെ പണ്ഡിത ലോകത്തിന് വിമർശകരായിട്ട് രണ്ട് തരം ശത്രുക്കളാണുള്ളത്. ഒന്ന് ഇസ്ലാമിന്റെ പുറത്തുനിന്നുള്ള ശത്രുക്കളായ പാശ്ചാത്യ ലോകത്തുള്ള ഓറിയന്റലിസ്റ്റ് വിഭാഗവും, രണ്ടാമത്തേത് ഇസ്ലാമിന്റെ അകത്തു നിന്ന് തന്നെ ശത്രുക്കളായ മോഡേണിസ്റ്റുകളായ പണ്ഡിതന്മാർ. നമ്മുടെ പണ്ഡിത സഭയിലെ മഹാനായ ഇമാം ഗസാലി തങ്ങൾക്കെതിരിലോ അല്ലെങ്കിൽ റാസി തങ്ങൾക്കെതിരിലോ അല്ലെങ്കിൽ ഷാഫി ഇമാമിന് തന്നെ എതിരിലോ കാണുന്ന രൂപത്തിലുള്ള ഈ രണ്ട് വിഭാഗത്തിന്റെ ഭാഗത്തു നിന്നുള്ള ശക്തമായ വിമർശനങ്ങളോ ആക്രമണങ്ങളോ അതേ രൂപത്തിൽ നബവി ഇമാമിനെതിരെ ഉണ്ടായതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുകയില്ല. അഥവാ ഗസാലി ഇമാമിനെ ഒക്കെ വിമർശിച്ചതുപോലെ പാശ്ചാത്യത്തിലുള്ള ഓറിയന്റലിസ്റ്റ് വിഭാഗമോ അല്ലെങ്കിൽ മോഡേണിസ്റ്റ് പണ്ഡിതന്മാരോ നബവി ഇമാമിന്റെ ഗ്രന്ഥങ്ങളെയോ ആശയങ്ങളെയോ വിമർശിച്ചിട്ടില്ല. പിന്നെ മൊത്തത്തിലായി നമുക്ക് കാണാൻ സാധിക്കുന്ന വിമർശനങ്ങളുള്ളത് മഹാനായ ഇമാമുൽ ഹറമൈനി തങ്ങൾ മുതൽ ഇനി നബവി ഇമാം വരെ നീണ്ടു നിൽക്കുന്ന നമ്മുടെ മദ്ഹബിലെ മുഹദ്ദിഥീങ്ങളായ പണ്ഡിതന്മാരെ, നമ്മുടെ മദ്ഹബിലെ ഖൗലുകളൊക്കെ ജമ ചെയ്ത പണ്ഡിതന്മാരെ, മൊത്തത്തിൽ ഇന്നത്തെ മോഡേണിസ്റ്റായ പണ്ഡിതന്മാരെ വിമർശിക്കുന്ന ഒരു കാര്യമുണ്ട്. അവർ പറയുന്നത് ഈ ഒരു പണ്ഡിത വിഭാഗം ഖൗലുകളൊക്കെ ജമ ചെയ്ത് ഗ്രന്ഥരചന നടത്തിയതിലാണ് ഇജ്തിഹാദ് എന്നൊരു ട്രെൻഡ് നമ്മുടെ ഇസ്ലാമിക പണ്ഡിത ലോകത്ത് നിന്നുപോയത്. ഇവർ ഇങ്ങനെ ഒരു ഗ്രന്ഥരചന നടത്തിയില്ലായിരുന്നുവെങ്കിൽ ഇജ്തിഹാദ് ഇന്നും സാർവലൗകികമായി നമ്മുടെ ഇടയിൽ നടന്നുകൊണ്ടേയിരിക്കുമായിരുന്നു എന്നാണ്. പ്രിയമുള്ളവരെ, മഹാനായ ഗസാലി ഇമാമിന്റെ ഇടപെടലിലൂടെയാണ് ഫൽസഫ അല്ലെങ്കിൽ തത്വശാസ്ത്രം എന്ന വിജ്ഞാന ശാഖ സ്തംഭിച്ചു പോയത്, സ്റ്റഗ്നന്റ് ആയി പോയത് എന്ന് എത്രമാത്രം ബാലിശമായാണ് ഓറിയന്റലിസ്റ്റുകൾ വാദിക്കുന്നത്, അതേ രൂപത്തിൽ ബാലിശമായ ഒരു വാദം മാത്രമാണ് ഈ മോഡേണിസ്റ്റുകളുടെ വാദവും. പ്രത്യേകിച്ചും നമുക്കൊക്കെ അറിയാം, പോലുള്ള കിതാബുകൾ വളരെ വിശദമായി ചർച്ച ചെയ്യുന്നുണ്ട്. ഒരുപാട് ക്രൈറ്റീരിയനുകൾ, ഒരുപാട് സുഹൃത്തുക്കൾ ഒത്തുവരുന്ന ഒരു മനുഷ്യന് മാത്രമേ നമുക്ക് മുജ്തഹിദ് എന്ന് പറയാൻ പറ്റുള്ളൂ, അഥവാ ഇജ്തിഹാദിനുള്ള കപ്പാസിറ്റികളായിട്ട് നമുക്ക് അംഗീകരിച്ചു കൊടുക്കാൻ സാധിക്കുകയുള്ളൂ. ഇതൊന്നും മനസ്സിലാക്കാതെ ഇന്ന് പാശ്ചാത്യ ലോകത്തുള്ള സയന്റിഫിക് റീസണിംഗിന്റെ ലെൻസുകളിലൂടെ, പരിമിതമായ കാഴ്ചപ്പാടുകളിലൂടെ ഇജ്തിഹാദിനെ കാണുന്നത് കൊണ്ടാണ് ഫദ്ലുർ റഹ്മാൻ പോലെയുള്ള മോഡേണിസ്റ്റ് പണ്ഡിത വിഭാഗം ഇത്തരം ഒരു വിമർശനം ഉയർത്തുന്നത്. അത് കഴിഞ്ഞാൽ പിന്നെ മഹാനായ ഇമാമിനെതിരെ ശക്തമായ ഒരു വിമർശനം എന്ന് പറയാൻ തക്ക വിധത്തിൽ വിമർശനം ഉയർത്തിയിട്ടുള്ളത് സലഫികളായ പണ്ഡിതന്മാരാണ്. നമുക്ക് ഏവർക്കും അറിയാം, മഹാനായ ഇമാം മിൻഹാജ് എന്ന പേരിൽ, അതിന് ഖിലാഫുണ്ടെങ്കിലും പ്രബലമായ അഭിപ്രായപ്രകാരം മിൻഹാജ് എന്ന പേരിൽ ശറഹ് മുസ്ലിം രചിക്കുന്നുണ്ട്. ആ ശറഹ് മുസ്ലിം രചിക്കുന്ന സമയത്ത് അല്ലാഹു തആലയിലേക്ക് അഅ്വാദുകൾ ചേർത്ത് വെക്കുന്ന ഹദീസുകൾ വരുമ്പോഴൊക്കെ മഹാനായ നബവി ഇമാം അദ്ദേഹത്തിന്റെ അശ്അരി പാരമ്പര്യത്തിൽ നിന്നുകൊണ്ട് അല്ലാഹു തആലക്ക് യോജിക്കും വിധം ആ അഅ്വാദുകളെ വ്യാഖ്യാനിക്കുന്ന ഒരു സമീപനമാണ് സ്വീകരിച്ചിട്ടുള്ളത്. ഈ ഒരു സമീപനത്തെയാണ് 14-ാം നൂറ്റാണ്ടിൽ തന്നെ ഇബ്നു തൈമിയ്യ വളരെ ശക്തമായി വിമർശിക്കുന്നുണ്ട്. നമുക്കറിയാം സലഫികളുടെ നിലപാടുള്ളത് അതിന്റെ വാഹിറിൽ തന്നെ നിലനിർത്തുക, അതിന്റെ വാഹിറിനെ തൊട്ട് മാറ്റി തഹ്‌ദീൽ ചെയ്യേണ്ട ആവശ്യമില്ല എന്നാണ്. ആ ഒരു നിലപാട് സ്വീകരിച്ചതുകൊണ്ട് ഇബ്നു തൈമിയ്യ 14-ാം നൂറ്റാണ്ടിൽ തന്നെ ശറഹ് മുസ്ലിമിനെ വളരെ ശക്തമായി വിമർശിക്കുന്നുണ്ട്. അങ്ങനെ ഇബ്നു തൈമിയ്യ തുടങ്ങി വെച്ച വിമർശന പാരമ്പര്യം പിന്നീട് അവിടുത്തെ കൊണ്ട് എല്ലാ സലഫികളായ പണ്ഡിതന്മാർ നിലനിർത്തുകയും ചെയ്തു. ഉദാഹരണത്തിന് ഈ കഴിഞ്ഞ ദശാബ്ദത്തിലാണ് ഒരു ഫലസ്തീനി സലഫി പണ്ഡിതനായ മഷ്ഹൂർ ബിൻ ഹസൻ ആലി സുൽമാൻ എന്ന് പറയുന്ന നമ്മുടെ അർദൂദ് വത്തഅഖുബാത്ത് അലാമ വഖാല ഇമാം നബവി ഫി സ്വഹീഹ് മുസ്ലിം മിനൽ അഖ്താർ എന്ന് പറഞ്ഞൊരു പുസ്തകം പബ്ലിഷ് ആയത് ഇന്റർനെറ്റിൽ അവൈലബിൾ ആണ്. താല്പര്യമുള്ളവർക്ക് അത് വായിക്കാവുന്നതാണ്. പ്രിയമുള്ളവരെ, അത് കഴിഞ്ഞ് നമ്മുടെ കേന്ദ്ര വിഷയമായ മജ്മൂഇലേക്ക് മിൻഹാജ് ത്വാലിബിലേക്ക് വന്നാൽ നമുക്കറിയാം, മജ്മൂ എന്നുള്ളത് മഹാനായ അബൂ ഇസ്ഹാഖ് ശിറാസി തങ്ങളുടെ മുഹദ്ദബിന് മഹാനായ നവവി രചിച്ച ശർഹാണ്. അതുപോലെ മിൻഹാജ് ത്വാലിബിൻ എന്നുള്ളത് മഹാനായ റാഫി ഇമാമിന്റെ മുഹററിൽ രചിച്ച മുഖ്തസറാണ്.
ഈ രണ്ട് കിതാബുകളും നമ്മുടെ ഇസ്ലാമിക പണ്ഡിത ലോകത്ത്, പ്രത്യേകിച്ച് നമ്മുടെ ദർസുകളിലൊക്കെ നിരന്തരം നാം ഓതി പഠിക്കുകയും അതുപോലെ പണ്ഡിത ലോകത്ത് തന്നെ ഏറെ സ്വീകാര്യത ലഭിച്ച രണ്ട് ഗ്രന്ഥങ്ങളാണ്. പ്രത്യേകിച്ചും അതിനാൽ തന്നെ ഈ കിതാബുകൾക്ക് ഇതിൽ വിമർശനങ്ങൾ എന്ന് പറയുമ്പോൾ നാം ഉദ്ദേശിക്കുന്നത് മഹാനായ നബി ഇമാമിന്റെ കാലശേഷം വന്ന ഇസ്ലാമിക പണ്ഡിത സമിതിയിലെ പ്രഗത്ഭരായ വ്യക്തികൾ അവർ ഈ കിതാബുകൾക്ക് ശർഹുകൾ എഴുതിയപ്പോൾ, തസ്ഹീഹുകൾ എഴുതിയപ്പോൾ, ഇതിന് ഹാഷിയകളും തഅലീഖാത്തുകളും എഴുതിയപ്പോൾ ഈ കിതാബിൽ മഹാനായ നബി ഇമാമിന് സംഭവിച്ചു പോയ ചെറിയ ചെറിയ ന്യൂനതകളും ചെറിയ ചെറിയ പോരായ്മകളും ചൂണ്ടിക്കാണിച്ചുകൊണ്ട് അവർ ഉയർത്തുന്ന തഅഖുബാത്തുകളും ഇഅ്തിറാദാത്തുമാണ് ഈ കിതാബിനെതിരെയുള്ള വിമർശനങ്ങൾ എന്നതുകൊണ്ട് നാം ഉദ്ദേശിക്കുന്നത്. പ്രത്യേകിച്ചും നബവി ഇമാമിന്റെ കിതാബുകൾ എന്നതിലുള്ള രീതിശാസ്ത്രമുള്ളത് നിങ്ങൾക്ക് മിൻഹാജ് ത്വാലിബിൻ ഓതിയവരായിരിക്കും. അതിന്റെ മുഖദ്ദിമയിൽ മഹാനാളുകൾ വളരെ വ്യക്തമായി വിശദീകരിക്കുന്നുണ്ട് ഈ കിതാബിൽ ഞാൻ എന്തൊക്കെയാണ് ചെയ്യാൻ പോകുന്നത്, അഥവാ ഒരു ഗ്രന്ഥത്തിൽ താൻ എന്തൊക്കെ നിർവഹിക്കും, എന്തൊക്കെ ഡ്യൂട്ടികൾ നിർവഹിക്കുമെന്ന് മഹാനാളുകൾ അതിന്റെ മുഖദ്ദിമയിൽ തന്നെ കൃത്യമായി വിവരിക്കുമായിരുന്നു. അപ്പൊ ഈ വിവരിച്ച കാര്യങ്ങളിൽ ഏതെങ്കിലും ഒരു വിഷയത്തിൽ മഹാനായ നബി ഇമാമിന് വീഴ്ച സംഭവിച്ചിട്ടുണ്ടോ എന്ന് അവിടുത്തെ ബഹുമാനപ്പെട്ട ശാരീരികളൊക്കെ ക്രോസ് ചെക്ക് ചെയ്യുകയും വളരെ ഗഹനമായി വിശകലനം ചെയ്യുകയും അതിൽ സംഭവിച്ച ഓരോ മൈന്യൂട്ടായ തെറ്റുകൾ ഉയർത്തി കാണിക്കുകയും ചെയ്യും. ഉദാഹരണങ്ങൾ പറയുന്ന സമയത്ത് നിങ്ങൾക്കൊന്നും കൂടി വ്യക്തമാകും. പ്രിയമുള്ളവരെ, ആദ്യമായി മജ്മുഇലേക്ക് വന്നാൽ മജ്മുഇന്റെ മുഖദ്ദിമയിൽ മഹാനായ ഇമാം പറയുന്നുണ്ട്, ഈ ഒരു ശർഹ് കൊണ്ട് ഞാൻ ഉദ്ദേശിക്കുന്നത് വെറും ഒരു ശർഹ് രചിക്കുക എന്നുള്ളതല്ല, മറിച്ച് ശാഫിഈ മദ്ഹബ് വിട്ടുകടന്ന് എല്ലാ മദ്ഹബുകളുടെയും ഖൗലുകളെ ഒരുമിച്ച് കൂട്ടി അതിന്റെ അതില്ലത്തുകളെ കൃത്യമായി വിശദീകരിച്ച് ഇസ്ലാമിക കർമ്മശാസ്ത്രത്തിലെ ഒരു ലീഗൽ എൻസൈക്ലോപീഡിയ രചിക്കുക എന്നുള്ളതാണ് മജ്മൂ കൊണ്ട് മഹാനായ നബി ഇമാം ഉദ്ദേശിച്ചത്. എന്നാൽ നിർഭാഗ്യവശാൽ മഹാനായ നബി ഇമാമിനെ മജ്മൂ പൂർത്തീകരിക്കാൻ സാധിച്ചില്ല. മഹാനായ നബി ഇമാമിന്റെ മജ്മൂയിലെ ഒരു സ്വഭാവം കണ്ടാൽ മനസ്സിലാകും മഹാനവർക്ക് അത് പൂർത്തീകരിക്കാൻ സാധിക്കില്ല എന്ന് മഹാനവർക്ക് തന്നെ ബോധ്യമായിരുന്നു. കാരണം മഹാനവർ പറയുന്നു, ഞാൻ ഓൾറെഡി 3 വലിയ വാള്യങ്ങൾ എഴുതി കഴിഞ്ഞു മജ്മൂഇന്റെ ഭാഗമായിട്ട്, പക്ഷെ ഇപ്പോഴും ബാബുൽ ഹൈലിലാണ് എത്തി നിൽക്കുന്നത്. ഈ രൂപത്തിൽ പോയാൽ എന്റെ മരണവും എനിക്ക് ഇത് കംപ്ലീറ്റ് ചെയ്യാൻ സാധിക്കില്ല. അതിനാൽ ഒരു മധ്യമ രൂപത്തിൽ മാത്രമേ കാര്യങ്ങൾ വിശദീകരിക്കുകയുള്ളൂ. അതിൽ തന്നെ കിതാബിലെ പോലെയുള്ള കുറഞ്ഞ ബാബുകൾ വളരെ ചുരുക്കിയേ ഞാൻ വിശദീകരിക്കുകയുള്ളൂ എന്ന് പറയുന്നുണ്ട്. പക്ഷേ മഹാനായ നബി ഇമാമിന്റെ കിതാബിൽ ഞാൻ പോലും എത്താൻ സാധിച്ചില്ല. എങ്കിലും മഹാനായ അദ്ദേഹത്തിന് അവിടുത്തെ ശിഷ്യൻ അലാഉദ്ദീൻ അത്താർ തങ്ങൾ വിവരിക്കുന്നുണ്ട്, മഹാനവറുകൾ മജ്മൂ എഴുതാൻ തുടങ്ങിയ വേളയിൽ മജ്മൂഇന് വേണ്ടി താൻ ഉപയോഗിക്കുന്ന മസാദറുകളുടെ ലിസ്റ്റ് ചെയ്ത് അത് ഇബ്ൻ അത്താർ തങ്ങളെ ഏൽപ്പിച്ചുകൊണ്ട് മഹാനവറുകൾ എന്ന് പറയുകയുണ്ടായി, എനിക്ക് ഈ കിതാബ് പൂർത്തീകരിക്കാൻ സാധിക്കണമെന്നില്ല, അതിനാൽ ഈ കിതാബ് എനിക്ക് പൂർത്തിയാക്കാൻ സാധിക്കാതെ വരുന്ന സാഹചര്യത്തിൽ നിങ്ങൾ ഈ മസാദറുകൾ ഉപയോഗിച്ചുകൊണ്ട് കിതാബ് പൂർത്തീകരിക്കണം എന്നുള്ളത്. പ്രിയമുള്ളവരെ, വേറൊരു വിഷയം നമുക്കറിയാം, നമുക്ക് തഫ്സീറുൽ ജലാലൈൻ ഓതിയവരായിരിക്കും. അതിൽ 2 ആളുകൾ കൂടി ഇത് തഫ്സീറാണെങ്കിലും അതിൽ സുയൂത്തി ഇമാം എഴുതിയ ഭാഗങ്ങൾ പരിശോധിച്ചാലും മഹല്ലി ഇമാം എഴുതിയ ഭാഗങ്ങൾ പരിശോധിച്ചാലും 2 വ്യക്തികൾ എഴുതിയതാണെന്ന് തോന്നിപ്പിക്കുന്ന വിധത്തിൽ പ്രത്യക്ഷ മാറ്റങ്ങൾ നമുക്ക് കാണാൻ സാധിക്കുകയില്ല. എന്നാൽ നബി ഇമാമിന്റെ മജ്മൂഇന് വേണ്ടി ഒരുപാട് ആൾക്കാർ തക്മീലത്തിന്റെ ശ്രമങ്ങൾ നടത്തിയിട്ടുണ്ട്, പ്രത്യേകിച്ച് മഹാനായ തഖിയുദ്ദീൻ സുബ്കി തങ്ങൾ. പക്ഷെ ഇവിടെ ഒരു പ്രശ്നം, മഹാനായ നബി ഇമാം മജ്മൂഇൽ സ്വീകരിച്ച രീതിശാസ്ത്രത്തെ അതേ രൂപത്തിൽ അതിന്റെ കമ്മ്യൂണിറ്റി കീപ്പ് ചെയ്യാൻ, അതിനെ തുടർത്തി കൊണ്ടുപോകാൻ തഖിയുദ്ദീൻ സുബ്കി തങ്ങൾക്കോ അതിനുശേഷം പൂർത്തീകരിച്ച നജീബുൽ മുത്തഖി തങ്ങൾക്കോ സാധിച്ചില്ല എന്നുള്ളതാണ്. അതുപോലെ മജ്മൂഇന്റെ വേറൊരു പ്രധാനപ്പെട്ട വിമർശനം എത്തുന്നത് അതിൽ മദ്ഹബിൽ മുഅത്തമദായ അഭിപ്രായങ്ങൾക്ക് വിരുദ്ധമായ ഒരുപാട് അഭിപ്രായങ്ങൾ മഹാനായ നബി ഇമാം രേഖപ്പെടുത്തിയിട്ടുണ്ട് എന്നുള്ളതാണ്. മുൻ പ്രസന്റേഷനുകളിൽ ഒരുപാട് ഉദാഹരണങ്ങൾ വിശദീകരിച്ചിരുന്നു. ഞാൻ ഒന്നുകൂടി പറയാം. ഉദാഹരണത്തിന് നമുക്കൊക്കെ അറിയാവുന്നതാണ്, നോമ്പുകാരനായ മനുഷ്യന്റെ സവാലിന് ശേഷം പല്ല് തേക്കുന്നത് പറ്റി മുഅത്തമദായ അഭിപ്രായം കറാഹത്താണ് എന്നാണ്. എന്നാൽ മജ്മൂഇൽ മഹാനായ നബി ഇമാം അത് ജായിസാക്കി അവതരിപ്പിക്കുന്നുണ്ട്. അതിന് കാരണമായി പണ്ഡിത വിഭാഗം പറയുന്നത്, മജ്മൂഇൽ മഹാനായ നബി ഇമാം അതില്ലത്തുകൾ കൊണ്ടുവന്ന് ഒരുപാട് ഹദീസുകൾ കൊണ്ടുവരുന്നുണ്ട്. ആ ഹദീസിൽ നിന്ന് മഹാനായ നബി ഇമാം തന്നെ നടത്തിയ ഇജ്തിഹാദിൽ നിന്ന് അദ്ദേഹത്തിന് മനസ്സിലായ വിധികളാണ് മഹാനായ നബി ഇമാം മജ്മൂഇൽ വിശദീകരിച്ചത് എന്നാണ്. പ്രിയമുള്ളവർ, അതേ രൂപത്തിൽ മിൻഹാജ് ത്വാലിബിലും നമ്മുടെ മദ്ഹബിൽ മുഅത്തമദായതിന് വിരുദ്ധമായ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തിയതായി കാണാം. അത് അവിടുത്തെ ശുറഹുകൾ വളരെ വ്യക്തമായി വിശദീകരിക്കുന്നുണ്ട്. ഉദാഹരണത്തിന് കിതാബുൽ ജനായിസിൽ മഹാനവറുകൾ പറയുന്നു, അഥവാ ലഹന രൂപത്തിലുള്ള ഖബറുകളാകുമ്പോൾ അതിന്റെ ഓപ്പണിംഗ് മയ്യത്തിനെ വെച്ചതിന് ശേഷം അതിന്റെ ഓപ്പണിംഗ് ആയ ഭാഗം ലെബനുകൾ ഉപയോഗിച്ചുകൊണ്ട് ഇഷ്ടികൾ ഉപയോഗിച്ചുകൊണ്ട് ക്ലോസ് ചെയ്യണമെന്ന് പറയുന്നുണ്ട്. ഇവിടെ തഹ്ഫത്തുൽ മുഹ്താജിൽ മഹാനായ ഇബ്നു ഹജർ ഹൈതമി തങ്ങൾ പറയുന്നു, വല്ലാഹിറു സനീഉൽ മത്നി അന്ന അസ്ല സദ്ദി മൻതൂബിൻ ഖസാബിഹി വലാലിഹി. അഥവാ ഈ ഒരു സ്റ്റേറ്റ്മെന്റ് കൊണ്ടുവന്ന സിയാഖിൽ നിന്ന് മനസ്സിലാകുന്നത്
മിക്ക പണ്ഡിതന്മാരുടെയും അഭിപ്രായം മദ്ഹബിൽ മുഅ്തമദായ അഭിപ്രായം അങ്ങനെ ക്ലോസ് ചെയ്യൽ സുന്നത്തല്ല, മറിച്ച് വാജിബാണ് എന്നാണ്. അതിനാൽ തന്നെ മഹാനായ ഇമാം രേഖപ്പെടുത്തിയ ആ ഒരു അഭിപ്രായം മദ്ഹബിൽ മുഅ്തമദായയോട് യോജിക്കുന്നതല്ല എന്ന് ഇബ്നു ഹസൻ തങ്ങൾ വിവരിക്കുന്നുണ്ട്. പ്രിയമുള്ളവരെ, ഇന്ന് നമുക്ക് മിൻഹാജ് കേന്ദ്രീകരിച്ച് സംസാരിക്കാം. നമുക്ക് ഏവർക്കും അറിയാം, പണ്ഡിത ലോകത്ത് അത്രമാത്രം സ്വീകരിക്കപ്പെട്ട വേറൊരു ഫിഖ്ഹി ഗ്രന്ഥം വേറെ ഉണ്ടാവണമെന്നില്ല. കാരണം മഹാനായ നബിമാം മിൻഹാജ് രചിച്ച ഉടനെ മഹാനായ നബിമാം തന്നെ ദഖായിഖുൽ മിൻഹാജ് എന്ന് പറഞ്ഞുകൊണ്ട് ശർഹെഴുതുന്നു. അതിനുശേഷം അദ്ദേഹത്തിന്റെ തന്നെ ശൈഖായ മഹാനായ നബിമാമിന്റെ ശൈഖായ ജലാലുദ്ദീൻ ഇബ്നുൽ ഫർഖാഹ് തങ്ങളെ അതിനൊരു തസ്ഹീഹ് എഴുതുന്നു. മഹാനായ നബിമാമിന്റെ തൊട്ട് കാലശേഷം വന്ന ഇമാം സർകശി ഇമാം ഇസ്മഈൽ ഇമാം ശർഹെഴുതുന്നു. അവിടുന്ന് മുഗനി തുഹ്ഫ അങ്ങനെ കടന്നു വന്ന് ഈ പ്രസന്റ് നൂറ്റാണ്ടിൽ, ഇന്നത്തെ നൂറ്റാണ്ടിൽ പോലും സുഹൃദാൻ മുഫ്തി പോലെയുള്ള ഒരുപാട് ശർഹുകൾ ഇന്നും രചിച്ചുകൊണ്ടിരിക്കുന്നു. അഥവാ ഇന്നും പണ്ഡിത ലോകത്തെ അലയുമായി എൻഗേജ് ആയിക്കൊണ്ടിരിക്കുന്ന ഒരു പുസ്തകം കിതാബാണ് മിൻഹാജ് ത്വാലിബിൻ എന്നുള്ള ബൃഹത് ഗ്രന്ഥം. ഇനി ഇതിൽ ഇങ്ങനെ നമുക്കറിയാം ഒരുപാട് ശർഹുകൾ വിരചിതമായിട്ടുണ്ട്. ആ ശർഹുകൾ എടുത്ത് വായിക്കുന്ന സമയത്ത് നമുക്ക് മനസ്സിലാകും ഇതിന്റെ മുഖദ്ദിമയിൽ മഹാനായ ഇമാം എന്തൊക്കെ കാര്യങ്ങൾ ഏറ്റെടുത്തോ, ഞാൻ എന്തൊക്കെ ഈ ഗ്രന്ഥങ്ങളിൽ അവതരിപ്പിക്കുമെന്ന് ഏറ്റെടുത്തോ, അതിലെ ഓരോ പോയിന്റുകളും ഓരോ ഭാഗങ്ങളും എടുത്തുകൊണ്ട് ബഹുമാനപ്പെട്ട ശാരീഹികൾ അതിനൊക്കെ ക്രോസ് എക്സാമിൻ ചെയ്യുകയും അനാലിസിസ് ചെയ്യുകയും അതിൽ വന്ന ചെറിയ ചെറിയ പോരായ്മകളെ ചൂണ്ടിക്കാണിക്കുകയും ചെയ്തു. അതിൽ എല്ലാം വിവരിക്കാനുള്ള സമയമില്ല. പരിഗണിച്ചുകൊണ്ട് അതിൽ ഏതാനും ചില ഭാഗങ്ങൾ മാത്രം ഞാൻ ഇവിടെ സൂചിപ്പിക്കാം. കൂടുതൽ താല്പര്യമുള്ളവർക്ക് പോലെയുള്ള കിതാബുകളുടെ മുഖദ്ദിമയിൽ തന്നെ മഹാനായ നബിമാമിന്റെ പറ്റിയ വീഴ്ചകളെ എണ്ണി പറയുന്നുണ്ട്. അത്തരം ശർഹുകളൊക്കെ അവലംബിക്കാവുന്നതാണ്. ഇതിലേറ്റവും തുടക്കത്തിൽ തന്നെ മഹാനായ നബിമാം പറയുന്നു, അദ്ദേഹം റാഫിമാമിന്റെ ഗ്രന്ഥം വളരെ മുഖ്തസറാണെങ്കിലും എല്ലാ കാര്യങ്ങളും ഉൾക്കൊണ്ടിട്ടുണ്ടെങ്കിലും അതിന് വലിപ്പം കൂടുതലാണ്, ഹിഫ്ള് ചെയ്യൽ പ്രയാസമാണ്. അതുകൊണ്ട് തന്നെ ഞാൻ മഹാനായ റാഫി ഇമാമിന്റെ ഗ്രന്ഥത്തെ ഏകദേശം പകുതിയായി ഹാഫായി ചുരുക്കിക്കൊണ്ട് മുഖ്തസറാക്കി രചിക്കാനാണ് ഉദ്ദേശിക്കുന്നത്. ഇവിടെ ശാരീഹികൾ പറയുന്നു, ശാരീഹികൾ ഈ ഒരു സ്റ്റേറ്റ്മെന്റ് എടുക്കുകയാണ്. എന്നിട്ട് റാഫി ഇമാമിന്റെ മുഹററിലേക്ക് നബിമാമിന്റെ മിൻഹാജിനെ തുലനം ചെയ്ത് നോക്കുമ്പോൾ അവർ കണ്ടെത്തുന്നു നിസ്ഫ് ഹജ്ജിലേക്ക് എത്തിയിട്ടില്ല, മറിച്ച് മുഹററിന്റെ 4/3 ഭാഗത്തോളം വലിപ്പമുണ്ട് മിൻഹാജ് ത്വാലിബിന്. അവർ ആദ്യമായി എത്ര ഉയർത്തുകയാണ്. പക്ഷേ ഇതിന് മറുപടിയായിട്ട് മഹാനായ റംലി ഇമാം പറയുന്നുണ്ട്, എന്നല്ല മഹാനായ ഇമാം പറഞ്ഞത്, മറിച്ച് എന്ന് പറഞ്ഞതുകൊണ്ട് നിസ്ഫിലേക്ക് എത്താൻ സാധിച്ചില്ലെങ്കിലും പ്രശ്നമില്ല. കാരണം നഹ്വ് എന്നുള്ളത് തത്തുല്യമായ നഹ്വ് ഉപയോഗിക്കാം. ഇനി തത്തുല്യമാകാതെ കുറച്ച് കൂടിയാലോ കുറഞ്ഞാലോ നഹ്വ് ഉപയോഗിക്കാം. അതുകൊണ്ട് ആ സ്റ്റേറ്റ്മെന്റിൽ പ്രശ്നമില്ല. പിന്നെ അടുത്തൊരു പ്രശ്നം വരികയാണ്, മഹാനായ ഇമാം പരമാവധി ചുരുക്കാമെന്നാണല്ലോ പറഞ്ഞത്. പക്ഷേ ഇതിൽ ചില ആശയങ്ങളുടെ തകരാറ് വന്നിട്ടുണ്ടല്ലോ. എവിടെവരെ നാം ആലോചിക്കണം. ജമുൽ ജവാമി എന്ന മൂന്നാമനാണ്. ജമുൽ ജവാമി എഴുതിയ വിശേഷം മഹാനായ താജുദ്ദീൻ സുബ്കി ഇമാം പറയുന്നുണ്ട്, ഉസൂൽ ഫിഖ്ഹിലെ കാര്യങ്ങളൊക്കെ ഇത്രമാത്രം സംക്ഷിപ്തമായി കാര്യങ്ങൾ അവതരിപ്പിക്കാൻ സാധിക്കുമോ അതാണ് ഞാൻ ഇവിടെ അവതരിപ്പിച്ചിട്ടുള്ളത്. ഇനി ഇതിനെ ആരെങ്കിലും ചുരുക്കാൻ ശ്രമിച്ചാൽ, ഇതിലെ വാക്കുകൾ ആരെങ്കിലും കുറക്കാൻ ശ്രമിച്ചാൽ അതിൽ ഖലലുകൾ വരാൻ സാധ്യതയുണ്ട്. ആ പോയിന്റ് കൊണ്ടുകൊണ്ട് അതിന് ശർഹിന്റെ മഹാനായ മഹല്ലി ഇമാം പലയിടങ്ങളിലും പറയുന്നുണ്ട് ഈ വാക്ക് സായിദയാണ്, ഈ ലഫ്ദ് സായിദയാണ്, ഈ ഹർഫുകൾ സായിദയാണ് എന്നുള്ളത്. അത്തരത്തിൽ സ്ക്രൂട്ടിനൈസ് ചെയ്ത ഒരു സമീപനം സ്വീകരിച്ച ശുറഹുകളാണ് നമുക്കുള്ളത്. പ്രിയമുള്ളവരെ, അപ്പോൾ തക്രാറിനെ പറ്റി എത്ര ഉയർത്തുകയാണ്. അവർ അതിന് ഉദാഹരണമായി പറഞ്ഞത് കിതാബ് സിയാനിൽ മഹാനായ ഇമാം പറയുന്നു വസുബൂത്ത് റുഖിയതിഹി ബിഅദലിൻ വഫീ ഖൗലിൻ അദ്ലാൻ. അഥവാ റമദാൻ മാസത്തിലെ നോമ്പ് നിർബന്ധമാവാനുള്ള ക്രൈറ്റീരിയ എന്നുള്ളത് സുബൂത്ത് റുഖിയതിഹി ബിഅദലിൻ, ഹിലാൽ കാണുക എന്നതാണ്. അത് ഒരു അതിലായ മനുഷ്യൻ തന്നെ കണ്ടാൽ മതി എന്നുള്ളതാണ്. എന്നിട്ട് പണ്ഡിതന്മാർ പറയുന്നു ഇതേ ആശയത്തെ അഥവാ റമദാൻ മാസത്തിൽ ഹിലാൽ കണ്ടതായി വിധിക്കാൻ ഒരു അതിലായ സാക്ഷി മതി എന്ന ആശയത്തെ മഹാനായ ഇമാം ഷഹാദാത്തിൽ ആവർത്തിച്ചല്ലോ. അതിൽ പറയുന്നു ലാ യുഹ്കമു ബിശാഹിദിൻ ഇല്ലാ ഫീ ഹിലാൽ റമദാൻ ഫിൽ അദ്ഹരി. ഹിലാൽ റമദാൻ മാത്രമേ ഒരു ഷാഹിദിനെ കൊണ്ട് വിധി പുറപ്പെടുവിക്കപ്പെടുകയുള്ളൂ. അഥവാ ഒരേ ആശയത്തെ എന്തിനാണ് ഈ മുഖ്തസറിൽ 2 തവണ ആവർത്തിക്കുന്നത്? നിങ്ങളവരെ അതിലും രസകരമായ ചർച്ചകൾ കാണാം. ഉദാഹരണത്തിന് ലഫ്ദ് അധികമാണ് എന്ന് പറഞ്ഞതായി കാണാം. ഉദാഹരണത്തിന് കിതാബുൽ ജനായിസിൽ മഹാനായ ഇമാം പറയുന്നു വയുളഉ ഫിൽ ലഹ്ദി അലാ യമീനിഹി ലിൽ ഖിബ്ല. ലഹദ് ഖബറുകളിൽ ഖിബ്ലക്ക് മുന്നിടുന്ന രൂപത്തിൽ, ഖിബ്ല വലതുഭാഗത്ത് വരുന്ന രൂപത്തിലാണ് മയ്യത്തുകളെ വെക്കേണ്ടത് എന്ന്. എന്നിട്ട് മഹാനായ ഷർബീനി ഇമാം മുഗ്നിയിൽ കൊടുക്കുന്നു വയുളഉ ഫിൽ ലഹ്ദി. എന്നിട്ട്
ഷറഹിൽ കൊടുക്കുന്നു ഔ ഗൈരിഹി, ലഹദാണെങ്കിലും ലഹദല്ലാത്തതാണെങ്കിലും ഒക്കെ ഖിബ്ല വലതുവശത്ത് വരുന്ന രൂപത്തിൽ തന്നെയാണ് മയ്യിത്തിനെ വെക്കേണ്ടത് എന്ന്. എന്നിട്ട് താഴെ തമ്പി വിട്ടുകൊണ്ട് പറയുന്നു, ഈ ഫിൽ ലഹദി എന്ന വാക്കിയുടെ അനാവശ്യമാണ്, അത് ഒഴിവാക്കിയിരുന്നെങ്കിൽ എനിക്ക് ഈ ഷറഹ് കൂടി കൊടുക്കേണ്ടി വരില്ല. ഇനി ഇതിൽ നിന്ന് ഒന്നുകൂടി കടന്നാൽ ഹർഫ് സാഹിബാണ് എന്ന് പറഞ്ഞുകൊണ്ട് എത്ര ഉയർത്തിയ പണ്ഡിതന്മാരെ കാണാം. ഉദാഹരണത്തിന് മഹാനായ അദ്റഈമ, നമുക്കൊക്കെ അറിയുന്ന ഭാഗമാണ്. കിതാബ് ത്വഹാറത്തിന്റെ തുടക്ക ഭാഗത്ത് വെള്ളത്തിന് ഏതൊക്കെ തഗയ്യുറുകളാണ്, ഏതൊക്കെ തഗയ്യുറാണ് പ്രശ്നമാവുക എന്ന് വിവരിക്കുന്നിടത്ത് മഹാനായ നബി ഉപയോഗിക്കുന്ന ഇബാറത്ത് എന്നുള്ളത് വലാ മുതഗയ്യിർ എന്നാണ്. മുതഗയ്യിർ ലിമുഹ്സിൻ, മുതഗയ്യിർ ലിമുജാവറ എന്നുള്ളതാണ്. അവിടെ അദ്റഈമ പറയുന്നു, നമ്മുടെ ചർച്ച തഗയ്യുറുകളെ പറ്റിയാണല്ലോ, പിന്നെ എന്തിനാണ് മീം ചേർത്ത് മുതഗയ്യിർ വെള്ളത്തിലേക്ക് ചർച്ച മാറ്റുന്നത്? ആ മീം അവിടെ സായിദിയാണല്ലോ എന്നുള്ളത്. നിങ്ങളവരെ ഇത്തരത്തിലുള്ള ഇത്തരങ്ങളൊക്കെ ഉയർത്താനുള്ള ഹേതു എന്നുള്ളത്, മൂല കാരണം എന്നുള്ളത് മഹാനായ നബി തുടക്കത്തിൽ പറഞ്ഞു അത് ഇഖ്തിസാറിന് വിരുദ്ധമല്ലേ എന്നുള്ളതാണ്. ആരോഗ്യത്തിൽ ഒരുപാട് ഇത്തരത്തിൽ നമുക്ക് കാണാം. ഉദാഹരണത്തിന് മഹാനായ നടന്ന സെഷനുകളൊക്കെ കൃത്യമായി വിശദീകരിച്ചതാണ്. മഹാനായ നൈമാമിന്റെ മിൻഹാജിന്റെ വലിയൊരു പ്രത്യേകതയാണത്, ഓരോ ഇസ്തിലാഹത്തുകളെ കൃത്യമായി സിസ്റ്റമൈസ് ചെയ്തു എന്നുള്ളതാണ്. മഹാനായ പറയുന്നു, മിൻഹാ ബയാനുൽ ഖൗലൈനി വൽ വജ്ഹൈനി വത്വരീഖൈനി വന്നസ്സി വമറാത്തിബിൽ ഖിലാഫ് ഫീ ജമീഇൽ ഹാലാത്ത്. എല്ലാ ഖിലാഫുകളുടെയും കൃത്യമായ ഇസ്തിലാഹത്തുകൾ മുസ്തലഹാത്തുകൾ ഉപയോഗിച്ചുകൊണ്ട് വിശദീകരിക്കുന്നുള്ളത്. പക്ഷേ ഈ ഖൗലുകൾ വിശദീകരിക്കുന്നിടത്ത്, ഇസ്തിലാഹത്തുകൾ വിശദീകരിക്കുന്നത് പലയിടത്തും മഹാനവർക്ക് പിഴവ് സംഭവിച്ചിട്ടുണ്ട്. അഥവാ മഹാനായ ശാഫിഈ ഇമാമിന്റെ ഖൗലിന്റെ അടുത്ത് അത് വജ്ഹ് എന്ന രൂപത്തിൽ അസ്ഹഹ് സ്വഹീഹ് പോലുള്ള ഇസ്തിലാഹത്തുകൾ ഉപയോഗിക്കുകയും, ഇനി അസ്ഹാബിന്റെ വജ്ഹിന്റെ അടുത്ത് അത് ശാഫിഈ ഇമാമിന്റെ ഖൗൽ എന്ന രൂപത്തിൽ അദ്ഹർ മശ്ഹൂർ പോലുള്ള ഇസ്തിലാഹത്തുകൾ ഉപയോഗിക്കുന്ന ഒരു അഥവാ ചെറിയ ചൂണ്ടിക്കാണിക്കുന്നതായി നമുക്ക് കാണാം. പ്രിയമുള്ളവരെ, അതുപോലെ മഹാനായ നഈമാം കൊണ്ടുവരുന്ന വേറൊരു സ്റ്റേറ്റ്മെന്റ് ആണ്, ഈ മുഖ്തസർ പൂർത്തിയാകുന്ന വേളയിൽ മുഹറർ എന്ന റാഫി ഇമാമിന്റെ കിതാബിനെ ഒരു ഷറഹ് എന്ന രൂപത്തിലായിരിക്കണം ഇത് സ്വീകരിക്കപ്പെടേണ്ടത് എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ഈ ഒരു സ്റ്റേറ്റ്മെന്റിന് ചുവടെയായി മഹാനായ നഈമാം തന്നെ വിശദീകരിക്കുന്നു. എന്നിട്ട് ഈ ഷറഹ് എന്ന് പറയുമ്പോൾ എന്തൊക്കെയാണ് വരുന്നത്? അഥവാ മുഹററിൽ പരാമർശിക്കപ്പെട്ട ഒരു ഹുക്മിനെയും ഞാനിത് ഈ എൻ്റെ മിൻഹാജ് ത്വാലിബിൽ ഒഴിവാക്കുകയില്ല. ശാരിഹ്യങ്ങളെ എത്ര ഉയർത്തുന്നു? ശാരിഹ്യങ്ങൾ പറയുന്നു ഹുക്കുമുകൾ കളഞ്ഞിട്ടുണ്ടല്ലോ. ഉദാഹരണത്തിന് ലമാനിന്റെ ബാബിൽ പറയുന്നുണ്ട്, വയുഷ്തർതു ഫി ദൈനി കൗനുഹു സാബിത, ദൈന് സാബിതായിരിക്കണം എന്നുള്ളത് ഷർത്താണ്. എന്നിട്ട് പറയുന്നു വസഹഹൽ ഖദീമു ലമാനമ സയജിബു, പിന്നീട് നിർബന്ധമാകാൻ പോകുന്നതിന്റെ ലമാനെയും ഖദീമിൽ സ്വഹീഹാക്കിയിട്ടുണ്ട്. അഥവാ മഹാനായ നഈമാം ഇവിടെ എന്ത് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ? ലമാനമ സയജിബു, പിന്നീട് നിർബന്ധമാകാൻ പോകുന്ന എല്ലാ കാര്യങ്ങളെയും മുജ്മലാക്കിയിട്ട് സയജിബു എന്ന് മാത്രമേ ഉപയോഗിച്ചിട്ടുള്ളൂ. ഇവിടെ ഒന്നുപോലെയുള്ള കിതാബുകളിൽ ഷറഹുകളിൽ പറയുന്നുണ്ട്, ഭാര്യക്ക് വരുന്ന ദിവസത്തിലെയും വരുന്ന മാസത്തിലെയും ചെലവുകളെ പറ്റിയും മുഹറർ ഇവിടെ വ്യക്തമായി ചർച്ച ചെയ്യുന്നുണ്ട്. പക്ഷേ ആ ചർച്ചകൾ മഹാനായ നഈമാമിന്റെ മിൻഹാജിലേക്ക് വന്നപ്പോൾ കാണാനില്ലാലോ. അപ്പോൾ എന്നതിനോട് മഹാനവറുകൾ കൂറു പുലർത്തിയില്ലാലോ എന്ന്. ഇതിന് ന്യായീകരണമായി മഹാനായ ഇബ്നു ഹജർ ഹൈതമി തങ്ങൾ പറയുന്നുണ്ട്, ലാ അഹദിഫു മിനൽ അഹ്കാമി ഷൈഅ എന്ന് പറഞ്ഞാൽ ഉസൂലുകളൊന്നും കളയില്ല എന്നാണ്. എന്നാൽ തഫ്രീഅ് ചെയ്തു വരുന്ന ഫുറൂഇയായ ഒരുപാട് മസലകൾ ഉണ്ടാകും, അത് മൊത്തം ചർച്ച ചെയ്തെന്ന് വരില്ല, കളഞ്ഞെന്ന് വരാം. പ്രിയമുള്ളവരെ, മഹാനായ നഈമാം തുടർന്ന് പറയുന്നു, വലാ മിനൽ ഖിലാഫി വലൗ കാന വാഹിയ, അതുപോലെ മുഹററിലുള്ള ഒരു ഖിലാഫിനെയും മിൻഹാജ് എന്ന എൻ്റെ കിതാബിൽ ഞാൻ ഉപേക്ഷിക്കുകയില്ല. അതിലുള്ള എല്ലാ ഖിലാഫുകളെയും അതേ രൂപത്തിൽ തന്നെ ഞാൻ എൻ്റെ കിതാബിലും ചർച്ച ചെയ്യും എന്ന് മഹാനായ നഈമാം പറയുന്നു. അവിടെയും ശാരിഹ്യങ്ങളെ എത്ര ഉയർത്തുന്നു. ഉദാഹരണത്തിന് നമുക്കൊക്കെ അറിയാം, കിതാബ് ത്വലാഖിന്റെ അവസാന ഭാഗത്ത് രസകരമായ ഒരുപാട് ചർച്ചകൾ വരുന്നുണ്ട്. അതിലൊരു ചർച്ചയാണ്, ഒരു മനുഷ്യൻ തൻ്റെ ഭാര്യയോട് പറഞ്ഞു, ഒരു രാവിലും പകലുമായിട്ട് 24 മണിക്കൂറിലായിട്ട് ഒരു മനുഷ്യന് മഫ്റൂളായ റക്അത്തുകളുടെ എണ്ണം എനിക്ക് പറഞ്ഞു തരാത്തവരൊക്കെ ഫഹിയ ത്വാലിഖുൻ, ത്വാലിഖാണ് എന്ന് ഒരു ഭർത്താവ് പറയുകയും അതിന് മറുപടിയായി 3 ഭാര്യമാരിൽ ഒന്നാമത്തെ ഭാര്യ 17 റക്അത്ത് എന്ന് പറഞ്ഞു. അത് ശരിയാണ്, കാരണം സ്വാഭാവികമായ ദിനത്തിൽ 24 മണിക്കൂർ നമുക്ക് 17 റക്അത്തുകളാണുള്ളത്. രണ്ടാമത്തെ ഭാര്യ 15 റക്അത്തുകൾ എന്ന് പറഞ്ഞു. അതും ശരിയാണ്, കാരണം വെള്ളിയാഴ്ച ദിവസങ്ങളിൽ 15 റക്അത്തുകളാണ് വരുന്നത്. മൂന്നാമത്തെ ഭാര്യ 11 റക്അത്തുകൾ എന്ന് പറഞ്ഞു. അതും ശരിയാണ്, കാരണം ഒരു ഖസ്ർ ചെയ്യുന്ന യാത്രക്കാരനെ സംബന്ധിച്ചിടത്തോളം 24 മണിക്കൂറിൽ അവനിക്ക് 11 റക്അത്തുകളാണ് വരുന്നത്. എന്നിട്ട് ഈ മസ്അല വിശദീകരിച്ചതിന് ശേഷം മഹാനായ റാഫി ഇമാം മുഹററിൽ പറയുന്നത്,
ഖീല ലാ തുത്ലഖു വാഹിദുൻ മിൻഹുന്ന, അഥവാ ഈ 3 ഭാര്യമാരിൽ ഒരാളും ത്വലാഖിന് വിധേയയാവുകയില്ല എന്നാണ്. പക്ഷേ മഹാനായ റാഫി ഇമാം അവിടെ ഖീല ഇട്ടത് കൊണ്ട് നമുക്ക് മനസ്സിലാകും ആ വിഷയത്തിൽ ഖിലാഫ് ഉണ്ട്. എന്നാൽ ഈ ഒരു വിഷയം മിൻഹാജിലേക്ക് എത്തിയപ്പോൾ നിങ്ങൾക്ക് പരിശോധിച്ചാൽ കാണാം, അവിടെ ഈ ഖീലയെ ഒഴിവാക്കിയിട്ട് ഇതിൽ ഖിലാഫ് ഇല്ലാത്ത രൂപത്തിൽ മഹാനായ നബി ഇമാം പറയുന്നത്, ഈ മസല വിശദീകരിച്ചതിന് ശേഷം പറയുന്നു, ലം തുത്ലഖു വാഹിദത്തുൻ മിൻഹുന്ന, അതിൽ നിന്ന് ഒരു ഭാര്യയും ത്വലാഖിന് വിധേയയാവില്ല, അഥവാ ഖിലാഫ് ഇല്ലാത്ത രൂപത്തിലാണ് അവതരിപ്പിക്കുന്നത്. അപ്പോൾ ഖിലാഫ് കളഞ്ഞല്ലോ എന്ന് ശാരിഹ്യങ്ങളെ എത്ര ഉയർത്തുന്നു. അപ്പോൾ ഇതിനെ ശാരിഹ്യങ്ങൾ തന്നെ ന്യായീകരിക്കുന്നത് ഗാലിബൻ എന്നാണ്, അഥവാ ഗാലിബൻ ില്ല ശറഹുകൾ ഒഴിവാക്കുകയില്ല. അതുപോലെ മഹാനായ ഇബ്നു ഹജർ ഹൈതമി തങ്ങൾ പറയുന്നത്, മഹാനായ നബി ഇമാം അദ്ദേഹത്തിന്റെ അടുക്കലുള്ള നുസ്ഖ പ്രകാരമാണ് മുഹററിന് ശറഹ് എഴുതിയത്, മുഹററിന് മിൻഹാജ് എന്ന മുഖ്തസർ എഴുതിയത്. അപ്പൊ അദ്ദേഹത്തിന്റെ നുസ്ഖയിൽ ഈ ഖിലാഫുകൾ കണ്ടെന്ന് വരില്ല, അതുകൊണ്ടാണ് ഒഴിവാക്കിയിട്ടുണ്ടാവുക. പ്രിയമുള്ളവരെ, അത്തരത്തിൽ മഹാനായ നബി ഇമാമിന് മിൻഹാജ് ത്വാലിബീൻ എന്ന ഗ്രന്ഥത്തിൽ ഒരുപാട് ചെറിയ ചെറിയ താളപ്പിഴവുകൾ സംഭവിച്ചു പോയിട്ടുണ്ട്. അതിൽ പലതും വജ്ഹ് കലാം അൽ ഖൗമി പോലെയുള്ള അത്തരം മാർഗങ്ങളിലൂടെ അതിന് വന്ന ശാരിഹ്യങ്ങൾ എത്രാളുകൾ ഉയർത്തുകയും അതിന് തന്നെ മറുപടികൾ നൽകുകയും ചെയ്തിട്ടുണ്ട്. കൂടുതൽ ഈ വിഷയത്തിൽ കാരണം അതിനെ തന്നെ സ്ഥിരപ്പെടുത്തും വിധം മഹാനായ നബി ഇമാമിന് തർജ്ജമ രചിച്ച മഹാനായ സുയൂത്തി ഇമാം മഹാനായ നബി ഇമാമിന് രചിച്ച അദ്ദേഹത്തിന്റെ തർജ്ജമയായ അൽ മിൻഹാജു സവിയിൽ പറയുന്നുണ്ട്, മഹാനായ നബി ഇമാമിന്റെ ഗ്രന്ഥങ്ങളുമായിട്ട് അദ്ദേഹം ശുഗലായ സമയത്ത് ഒരു ദിവസം രാത്രി മഹാനായ നബി ഇമാമിന് സ്വപ്നം കാണുകയുണ്ടായി. ആ സ്വപ്ന ദർശനത്തിൽ മഹാനായ സുയൂത്തി ഇമാം കാര്യമായ ഒരു ആശങ്ക പറഞ്ഞത്, ഇമാമെ, അങ്ങയുടെ ഈ മിൻഹാജ് ത്വാലിബീൻ എന്ന ഗ്രന്ഥത്തിൽ നിരവധി തെറ്റുകളുള്ളതായിട്ട് ഇവിടുത്തെ ശാരിഹ്യങ്ങൾ സൂചിപ്പിക്കുന്നുണ്ടല്ലോ, അതിനെന്താണ് താങ്കൾക്ക് പറയാനുള്ളത്? അപ്പോൾ മഹാനായ സുയൂത്തി ഇമാമിന്റെ കയ്യിലുണ്ടായ മിൻഹാജ് മേടിച്ചുകൊണ്ട് മഹാനായ നബി ഇമാം അതിലുള്ള തെറ്റുകളൊക്കെ തിരിച്ചേൽപ്പിക്കുകയും അങ്ങനെ സ്വപ്നത്തിൽ നിന്ന് അപ്രത്യക്ഷമാവുകയും ചെയ്തു എന്നൊരു നറേഷൻ നമുക്ക് മിൻഹാജ് സവിയിൽ കാണാൻ സാധിക്കും. എന്ന് തന്നെയായാലും ഈ വിഷയത്തിലെ വളരെ ചെറിയ ചെറിയ പോയിന്റുകൾ മാത്രമാണ് ഞാൻ സൂചിപ്പിച്ചത്. കാരണം ആ മുഖദ്ദിമയിൽ മഹാനായ നബി ഇമാം പറഞ്ഞ ഓരോ പോയിന്റുകളെയും വിധത്തിൽ അതിന്റെ മേലെ എത്രാദത്തുകൾ ഉയർത്തി തഅഖുബാത്തുകൾ ഉയർത്തിയാണ് നമ്മുടെ പണ്ഡിതന്മാർ ശറഹ് രചിച്ചിട്ടുള്ളത്. ഇതിൽ നാം മനസ്സിലാക്കേണ്ടത്, പാസീവായി ഈ ടെക്സ്റ്റുകളെ വായിക്കുന്നതിന് പകരം നമ്മുടെ ശാരിഹ്യങ്ങളായ പണ്ഡിതന്മാർ എത്രമാത്രം ക്രിട്ടിക്കലായാണ്, എത്രമാത്രം ഡീപ്പായാണ് ഈ കിതാബുകൾ വായിക്കുകയും എക്സാമിൻ ചെയ്യുകയും ചെയ്തത് എന്നാണ് നാം മനസ്സിലാക്കേണ്ടത്. ഇത് കൂടുതൽ പഠിക്കാൻ താല്പര്യമുള്ളവർ നേരത്തെ പറഞ്ഞ ഇബ്നുൽ മുലഖിൻ തങ്ങളുടെ ഉംദത്തുൽ മുഹ്താജ് ഇലാ ശർഹിൽ മിൻഹാജ് എടുക്കാം. അതിന്റെ തുടക്കത്തിൽ ഇത്തരത്തിൽ വന്ന 16ഓളം വീഴ്ചകൾ ലിസ്റ്റ് ഔട്ട് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ബാക്കിയുള്ള ശർഹുകൾ നിഹായ ആയാലും തുഹ്ഫ ആയാലും അതിലൊക്കെ ഓരോ ഭാഗത്തിൻ്റെതായ രൂപത്തിൽ ചെറിയ ചെറിയ രൂപത്തിൽ വിവരിക്കുന്നുണ്ടാകും. താല്പര്യമുള്ളവർക്ക് അത്തരം കിതാബുകൾ അവലംബിക്കാവുന്നതാണ്. ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. ആഖിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.